പത്തനംതിട്ടയിലെയും കാഴ്ച വ്യത്യസ്തമല്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെയും ബാധിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി മുഖാന്തരമാണ്. എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഫിലിമുകൾ വാങ്ങുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ പണം ഉപയോഗിച്ചാണ്. 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. പ്രവീൺ പുരുഷോത്തമൻ പറയും എന്താണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ യാഥാർത്ഥ്യമെന്ന്. പ്രവീൺ പുരുഷോത്തമൻ, വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ്. അതായത് പറയുന്നുണ്ട് ഉടൻ എന്ന്. ആ ഉടൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നു 5 വർഷം കഴിയട്ടെ, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ റെഡിയാക്കാമെന്ന്. ജില്ലയിൽ നിന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഉള്ളത് എന്നതുകൂടി പരിഗണിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അലംഭാവം അവിടെ സംഭവിക്കുന്നത്? പ്രവീൺ. ഗുഡ് ഈവനിങ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിക്ക് മുമ്പിലാണ്. ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാർക്കാകെ വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. കാരണം മുൻ നാളുകളിലൊക്കെ ഒരു അപകടമോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമായിരുന്നു പത്തനംതിട്ടക്കാരുടെ ഒരു ആശ്രയം. അങ്ങനെ വന്നപ്പോഴാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും. പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് കോന്നി MLA ആയിരുന്നപ്പോഴാണ് ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഇടതുമുന്നണി സർക്കാർ വന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ഇപ്പോൾ ഫസ്റ്റ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നാം പല മെഡിക്കൽ കോളേജുകളും നമ്മുടെ ചുറ്റുവട്ടത്ത്, കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലുള്ള സൗകര്യങ്ങൾ, അത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ആയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 1000-ഓളം പേർ ഇപ്പോൾ OP വിഭാഗത്തിൽ ഉച്ചവരെ ഇവിടെ വരുന്നുണ്ട്. കിടത്തി ചികിത്സയും ഇവിടെ ഉണ്ട്. കാഷ്വാലിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയോട് ചേർന്ന് 2 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണ തോതിലേക്ക് കോന്നി മെഡിക്കൽ കോളേജ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ഇനിയും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇനിയും നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ രോഗികളുടെയൊക്കെ ഏറ്റവും വലിയൊരു പരാതി, പെട്ടെന്നൊരു അത്യാഹിതം സംഭവിച്ചാൽ അവർ കോന്നി മെഡിക്കൽ കോളേജ് എന്നുള്ളത് അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. പകരം അവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സമീപിക്കുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇനിയും ഏറെ നാളുകൾ എടുക്കും എന്നുള്ളതാണ് ഈ കോന്നി മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണ തോതിലേക്ക് എത്തുവാനുള്ളത്. മറ്റൊന്ന്, പണത്തിന്റെ ഒരു കുറവ്. ഇവിടെ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഫിലിമുകളൊക്കെ ധാരാളം വേണ്ടിവരും. അങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ട്. അത് തൽക്കാലം അത് പരിഹരിക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ്. 30 ലക്ഷത്തോളം രൂപ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടെത്തി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇനിയും ധാരാളം പണം ഇതിന്റെ നടത്തിപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി വേണ്ടിവരും. അതിന് സർക്കാർ ഫണ്ട് വന്നെങ്കിലേ പറ്റൂ. ഇപ്പോൾ നിലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. സുജയ. താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് അധികൃതരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇവിടെയും അടിയന്തര ഇടപെടൽ വേണം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കേണ്ടതുണ്ട്. താൽക്കാലിക സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അതിനൊരു ബദൽ ഉണ്ടായേ തീരൂ. നമ്മൾ